കാണിക്കുന്ന പോക്കിരിത്തരത്തിന് ഒരു മാന്യത വേണം. എന്താണ് സംഭവിച്ചതെന്ന് അമൃത നമ്മളോട് തുറന്നു പറയും. അമൃത നമസ്കാരം. എന്തുവായിരുന്നു സംഭവം? ഇന്നത്തെ വിഷയമാണോ? അത് എന്റെ നാട്ടിലാണ്, പുന്നല. അപ്പം അവിടുത്തെ സ്കൂളിലെ 100ാം വാർഷികത്തോടനുബന്ധിച്ച് എന്നെ ഒരു അംഗീകാരം ഉണ്ട് എന്ന് പറഞ്ഞു വിളിച്ചു. ഗണേശനായിരുന്നു മെയിൻ ഗസ്റ്റ്. അപ്പം അത് കഴിഞ്ഞ മാസം വിളിച്ചെല്ലാം കൺഫേം ചെയ്തതാണ്. അപ്പം എനിക്ക് ഇന്നലെ ഷൂട്ട് ഉണ്ടായിട്ട് അതെല്ലാം ക്യാൻസൽ ചെയ്ത് ഞാൻ ട്രിവാൻഡ്രത്ത് നാട്ടിൽ പോയി. പോകുന്നത് രാവിലെയാണ്, തലേദിവസം രാത്രിയാണ്, അതായത് 7ാം തീയതി രാവിലെയാണ് അറിയുന്നത് ഇങ്ങനെ പ്രോഗ്രാമിൽ പുതിയ നോട്ടീസിൽ പേരില്ല. ഫസ്റ്റ് നോട്ടീസിൽ എന്റെയും ഗണേശന്റെയും കൂടെ പിക്കായിരുന്നു വെച്ചത്. രണ്ടാമത്തതിൽ അത് മാറ്റി ചെയ്യിപ്പിച്ചു. അമൃതയെ വെക്കണ്ട എന്ന് തീരുമാനിച്ചു. അതിൽ ആരൊക്കെയോ ചേർന്നിട്ട് അതിൽ ചോദിച്ചപ്പോൾ ഇങ്ങനെ സംസാരിച്ചു വന്നപ്പോൾ അവർ പറഞ്ഞൊരു കാര്യം, എനിക്ക് അദ്ദേഹത്തിന്റെ കൂടെ ആ സ്റ്റേജിൽ ഇരിക്കാനുള്ള യോഗ്യത ഇല്ല എന്ന് പറയുന്നത്. അത് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര വിഷമം വന്നു. വേറെ എന്താണെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. അപ്പൊ അത് ഞാൻ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലൊക്കെ ഇട്ടു. അപ്പൊ അത് കണ്ട ഉടനെ ആത്മാ മെമ്പറായ സാജൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഇത് മസ്റ്റായിട്ടും ഗണേശേട്ടൻ അറിയണം എന്നുള്ളത്. കാരണം ഇന്നത്തെ ആത്മയുടെ പ്രോഗ്രാമിലെ ഗസ്റ്റ് ഗണേശേട്ടനാണ്. ഇന്നലെ അമൃതയെ തള്ളിക്കളഞ്ഞ ആളുകൾക്ക് ഒരു മറുപടിയാണിത്. ഇന്ന് ഫോട്ടോ എടുത്തു, സംസാരിച്ചു. അപ്പൊ ഗണേശേട്ടൻ പറഞ്ഞ മറുപടി എന്തുവാ? ഗണേശന്റെ അടുത്ത് വേദിയിൽ ഇരുന്നപ്പോൾ സാഞ്ചേട്ടനും കിഷോറേട്ടനും ഇങ്ങനെ കാര്യങ്ങൾ പറഞ്ഞു. അപ്പൊ ഗണേശേട്ടൻ പറഞ്ഞത്, അങ്ങനെയാണെങ്കിൽ അവളുടെ കൂടെ നിന്ന് ഫോട്ടോ എടുക്കണം, എന്നിട്ട് ഞാൻ അത് ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്യണം. അർഹതയുണ്ട് അദ്ദേഹത്തിന് കൂടെ നിൽക്കാൻ, അർഹതയുണ്ടെന്നുകൊണ്ട് സാർ ഇങ്ങനെ ക്ലോസ് ആയിട്ട് ഫോട്ടോ എടുത്തു. അർഹതയില്ലെങ്കിൽ അമൃത ഇവിടെ നിൽക്കത്തില്ല. അമൃത എല്ലാവർക്കും ഇഷ്ടമുള്ളത് കൊണ്ടാണ് അമൃത നിൽക്കുന്നത്. പിന്നെ ഈ ചെറ്റത്തരം കാണിച്ച സംഘാടകരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ എന്തൊക്കെ കാണിച്ചാലും ഒരാളെ വിളിച്ച് ഈ അപമര്യാദ കാണിക്കല്ലേ. അമൃത ഒറ്റ കാര്യമുള്ളൂ, വെള്ളരിപ്രാവ മലയാളികളുടെ. അപ്പൊ അടിച്ചു കയറി വാ.